ഇന്ത്യൻ റെയിൽവേയുടെ പാർസൽ സർവീസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മുടെ വണ്ടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. കണ്ടാലോ? ഇത് തിരുവനന്തപുരത്തെ തമ്പാനൂരുള്ള നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ പാർസൽ ഓഫീസാണ്. ഇവിടെയാണ് നമ്മുടെ വണ്ടി കയറ്റി വിടാനായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ഷിഫ്റ്റിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് നമ്മൾ പാർസൽ ചെയ്യുന്നത് നമ്മുടെ വണ്ടിയാണ്. വിച്ചു ഇന്ന് ആക്ച്വലി ചെന്നൈക്ക് പോകുന്നുണ്ട്, അതോടൊപ്പം തന്നെ വണ്ടിയും കൊണ്ടുപോകുന്നുണ്ട്. ഈ പാർസൽ ഓഫീസിന്റെ പുറത്തായിട്ട് കുറേ ഏജൻസിക്കാരുണ്ട് കേട്ടോ. അവരാണ് നമ്മുടെ വണ്ടി പാഴ്സൽ ചെയ്യാൻ പാകത്തിന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തരുന്നത്. ഈ ചേട്ടനാണ് നമ്മുടെ വണ്ടി റെഡിയാക്കി തരാൻ പോകുന്നത്. ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഫ്യുവൽ ടാങ്കിൽ നിന്ന് എല്ലാ പെട്രോളും ഊറ്റിയെടുത്ത് കളയുക എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു ബോട്ടിൽ കയ്യിൽ കരുതിയിരുന്നാൽ വളരെ ഈസി ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ചേട്ടന്മാർ തരുമായിരിക്കും. അപ്പോൾ ആദ്യം നമ്മുടെ ഫ്യുവൽ ടാങ്കിനകത്ത് ഇങ്ങനെ ഒരു പൈപ്പ് ഇട്ടിട്ട് ഫ്യുവൽ മുഴുവനായിട്ട് പുറത്തേക്ക് എടുക്കുക എന്നതാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട് എന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അധികം പെട്രോളൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാക്സിമം ഈ ഒരു കുപ്പിയിൽ തന്നെ നമ്മുടെ പെട്രോളെല്ലാം നമുക്ക് എടുക്കാനായിട്ട് പറ്റി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ചേട്ടൻ ഒരു തുണി എടുത്ത് നമ്മുടെ ഫ്യുവൽ ടാങ്കിനകത്തേക്ക് ഇടുകയാണ്. എന്നിട്ട് ഒരു കമ്പി പോലത്തെ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് അതിനെ മുഴുവനായിട്ട്, എന്ന് വെച്ചാൽ ആ ഫ്യുവൽ ടാങ്കിനകത്ത് ഇനി ഒരു തരത്തിലും ഒരു തുള്ളി പോലും പെട്രോൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ അത്രയും ക്ലീൻ ചെയ്ത് ആ ഒരു പെട്രോൾ ടാങ്ക് റെഡിയാക്കുന്നത്. നമ്മുടെ എന്താണ് നമ്മൾ കുപ്പിയിലെടുത്തതിന് പുറമേ ഉള്ള ഫ്യുവലാണ് ഈ ചേട്ടൻ ഇങ്ങനെ പിഴിഞ്ഞ് കളയുന്നത് കേട്ടോ. വണ്ടി ഒരല്പം ചരിച്ചു വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ആ ഒരു പരിപാടി ഫുള്ളായിട്ട് കഴിഞ്ഞു. ഈ ഒരു കുപ്പിയിലാണ് നമുക്ക് പെട്രോൾ എടുക്കാനായിട്ട് പറ്റിയത്. നെക്സ്റ്റ് പരിപാടി വണ്ടി ഒന്ന് സെൻട്രൽ സ്റ്റാൻഡിലിട്ട് വെച്ചിട്ട് ഓൺ ചെയ്ത് ഒന്ന് റൈസ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക. കാരണം ഫ്യുവൽ ലൈനിൽ എന്തെങ്കിലും തരത്തിൽ പെട്രോൾ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ ഡ്രെയിൻ ചെയ്ത് പോകാനായിട്ടാണ്. നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചേട്ടന് കൊടുക്കണം. ഫ്യുവൽ ടാങ്ക് എംപ്റ്റി രജിസ്റ്ററിനകത്താണ് അവരത് നോട്ട് ചെയ്ത് വെക്കുന്നത്. ഇത് കണ്ടോ, നമ്മുടെ വണ്ടി ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല എന്നൊരു കണ്ടീഷനായി. ഈ ഒരു സ്റ്റേജായാൽ മാത്രമേ നമുക്ക് വണ്ടി ഉള്ളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അതിന് മുന്നേ ആയിട്ട് വണ്ടിയെ ജസ്റ്റ് ഒന്ന് വെയിലത്തേക്ക് കൊണ്ടുവയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഫ്യുവൽ ടാങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കുറച്ച് നേരം വെയിലത്ത് വെക്കുക. അങ്ങനെ നമ്മുടെ സീനിയോറിറ്റി അനുസരിച്ച് അവർ നമ്മളെ വിളിക്കും. വണ്ടി പതിയെ തള്ളി അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം. ഈ ബിൽഡിങ്ങിനകത്താണ് ഇവിടുത്തെ ഇന്ത്യൻ റെയിൽവേയുടെ ഓഫീസേഴ്സൊക്കെ ഇരിക്കുന്നത്. കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ്. വണ്ടി അകത്തേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു. അവിടെ കൊണ്ടുപോയി ഇവിടെ വെച്ച് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അവിടെയുള്ള ഓഫീസേഴ്സ് അത് ഉറപ്പുവരുത്തും വണ്ടി ഒരു തരത്തിലും സ്റ്റാർട്ട് ആവുന്നില്ല എന്നുള്ളത്. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവർ നമ്മളെ വണ്ടി പൊതിയുന്ന സ്ഥലത്തേക്ക് കടത്തിവിടത്തുള്ളൂ. വണ്ടി ഉള്ളിൽ വെച്ച ശേഷം നമുക്ക് കുറച്ച് ഫോമും കാര്യങ്ങളും ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. അതിന് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അവർ തന്നെ ചെയ്തോളും. നമ്മുടെ ആധാറിൻ്റെയും RC ബുക്കിൻ്റെയും കോപ്പി മറക്കാതെ നിങ്ങൾ കൊണ്ടുപോകും. അത് മസ്റ്റായിട്ട് കൊണ്ടുപോകേണ്ട കാര്യമാണ്. എന്നിട്ട് നമ്മൾ ഏത് ട്രെയിനിലാണോ പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇപ്പം നമ്മൾ ആ ട്രെയിനിൽ പോകുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ നമ്മൾ ഈ വണ്ടി ആരാണോ റിസീവ് ചെയ്യുന്നത് ആളുടെ ഡീറ്റെയിലും ഫോൺ നമ്പറും ആവശ്യമാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മളിത് റിസീവ് ചെയ്യുന്ന സമയത്ത് ആളുടെ ആധാറിൻ്റെ കോപ്പിയും കൂടെ കാണിക്കേണ്ടതായിട്ട്. ഇവിടെ വിച്ചു തന്നെയാണ് ഇവിടെ നിന്ന് കയറ്റി വിടുന്നതും അവിടെ പോയി റിസീവ് ചെയ്യുന്നതും. നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് ചെന്നൈ സെൻട്രലിലേക്കാണ് ഇത് അയക്കുന്നത്. ആക്ച്വലി കാഞ്ചീപുരമാണ് നമുക്ക് ഇറങ്ങേണ്ടത്. എന്നാൽ പോലും ഇങ്ങനെ വണ്ടി പാർസൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വലിയ സ്റ്റേഷനിൽ മാത്രമേ അവർ നടത്തത്തുള്ളൂ. വണ്ടി അപ്പോഴേക്കും ഓൾമോസ്റ്റ് ആ ചേട്ടനാണെങ്കിൽ പൊതിഞ്ഞു കഴിഞ്ഞു. ചാക്കിൻ്റെ ഒരു പീസ് പോലത്തെ സംഭവം വെച്ചാണ് അവരതെല്ലാം കവർ ചെയ്യുന്നത്. നല്ല നീറ്റായിട്ടാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്കത് കണ്ടുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ തൃപ്തികരമായിട്ട് നമ്മൾ വണ്ടി റെഡിയാക്കി അവർ വിടുന്നുണ്ടോ എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ടോ, മിററൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ കൗണ്ടറിൽ പോയിട്ട് ബില്ല് ചെയ്തിട്ട് വന്നു. 1545 രൂപയായിരുന്നു നമുക്ക് വന്ന ബില്ല്. ഇതിൻ്റെ ഈ 2 QR കോഡുള്ള ഭാഗം അവർ ഒന്ന് വണ്ടിയുടെ ഈ ഭാഗത്തും ഒന്ന് വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്തുമായിട്ട് അവർ ഒട്ടിക്കും. എന്നിട്ട് നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോൺ നമ്പർ ഉൾപ്പെടെ ഈ വണ്ടിയിൽ തന്നെ അവർ എഴുതി വെക്കും, നന്നായിട്ട് കാണാൻ പാകത്തിന്. അപ്പം നമുക്ക് റിസീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിരിക്കും, അവർക്കും ഈസി ആയിരിക്കും ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സെൻട്രൽ സ്റ്റാൻഡുള്ള വണ്ടികൾ മാത്രമേ ഇന്ത്യൻ റെയിൽവേ ത്രൂ നമുക്കിങ്ങനെ പാഴ്സൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഏജൻസിയുടെ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ചെയ്തു കഴിഞ്ഞു. നമ്മുടെ വണ്ടി ബുള്ളറ്റ് ആയതുകൊണ്ട് തന്നെ 3 പേര് ചേർന്നായിരിക്കും ഇതിനെ ട്രെയിനിലേക്കും കയറ്റി വെക്കുക. അപ്പോൾ ഈ എല്ലാ പരിപാടിക്കും കൂടെ ചേർത്ത് 600 രൂപ അവർ ചോദിച്ചു, നമ്മൾ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വണ്ടി അവിടെ ഏൽപ്പിച്ചിട്ട് നമ്മൾ തിരിച്ചു പോരുകയാണ്. 3 മണിയുടെ ട്രെയിനിൽ വണ്ടി വിടും എന്നാണ് പറഞ്ഞത്. നമുക്ക് ഓൾറെഡി മെസ്സേജും വരും ഫോണിൽ എപ്പോഴാണ് വണ്ടി പോകുന്നതെന്നും നമ്മുടെ വണ്ടി എവിടെ എത്തിയെന്ന് ട്രാക്ക് ചെയ്യാനും എല്ലാം പറ്റും. പിറ്റേ ദിവസം വണ്ടി അവിടെ എത്തുന്നത് വരെയും ഈ ഒരു ട്രാക്കിംഗ് സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഒട്ടും തന്നെ കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത പ്രൊസീജിയറാണ്.
നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ നമ്മുടെ വണ്ടി ചെന്നൈ സെൻട്രലിൽ എത്തിയിട്ടുണ്ട്. അതായത് പുരൈച്ചി തലൈവർ ഡോക്ടർ MGR സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ റിസീവ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ആദ്യത്തെ 6 മണിക്കൂർ നമ്മൾ വണ്ടി എത്തി 6 മണിക്കൂർ നമുക്ക് ഫ്രീ ആയിട്ട് അത് പോയി റിസീവ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷമാണെങ്കിൽ മണിക്കൂറിന് എന്തോ ഒരു ചെറിയ വാടക കൊടുക്കണം. റിസീവ് ചെയ്യാൻ പോകുന്ന ആളുടെ ആധാറിൻ്റെ കോപ്പി മസ്റ്റായിട്ട് കയ്യിൽ കരുതുക. പിന്നെ അവിടെ പോർട്ടേഴ്സാണ് നമ്മുടെ വണ്ടി അൺപാക്ക് ഒക്കെ ചെയ്ത് തന്നത്. അതിനും 300 രൂപ കൊടുക്കേണ്ടി വന്നായിരുന്നേ. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് ചെന്നൈ എത്തിയിരിക്കുകയാണ്. പിന്നെ ചെന്നൈയിൽ നിന്ന് ഡ്രൈവ് ചെയ്തിട്ടാണ് വിച്ചു കാഞ്ചീപുരം വരെ പോയത്. ഏതായാലും വളരെ സേഫായിട്ട് നമ്മുടെ വണ്ടി അവിടെ എത്തിച്ചു തന്ന ഇന്ത്യൻ റെയിൽവേക്ക് നന്ദി.